ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഇത്രയും വേർഡ്സ് തരികയാണ്. ഇവിടെ എത്ര വേർഡ്സ് ഉണ്ട്? ഒരു 12 വേർഡ്സ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ 12 വേർഡ്സിലൂടെ നമുക്ക് ഇതിൻ്റെ ഈ ടിപ്പണി വളരെ ഈസി ആയിട്ട് ഫുൾ പഠിക്കാം. ഒന്നാമത്തെ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, വിനോദ് കുമാർ ശുക്ല കി കവിത ഹേ. അതിൻ്റെ സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ സെൻറ്റൻസ് ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, വിനോദ് കുമാർ ശുക്ല കി കവിത ഹേ. ഇതാണ് അതിൻ്റെ സെൻറ്റൻസ്. हताशा से एक व्यक्ति बैठ गया था, विनोद कुमार शुक्ला की कविता है. ഓക്കെ, ഇനി രണ്ടാമത്തെ വേർഡ് ടിപ്പണി. ടിപ്പണി ആരാ എഴുതിയത്? ടിപ്പണി ആരാ എഴുതി? നരേഷ് സക്സേന. യഹ് നരേഷ് സക്സേന की टिप्पणी है. സിമ്പിളായിട്ട് അങ്ങനെ എഴുതാം. യഹ് നരേഷ് സക്സേന की टिप्पणी है. ഇനി ഒന്നും കൂടിയും ഒരു ലെങ്തി സെൻറ്റൻസ് എഴുതണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? യഹ് ഇസ് കവിത പർ നരേഷ് സക്സേന की टिप्पणी എന്ന് എഴുതാം. ജസ്റ്റ് യഹ് നരേഷ് സക്സേന की टिप्पणी എന്ന് എഴുതിയാലും ഓക്കെയാണ്. യഹ് നരേഷ് സക്സേന की टिप्पणी है. ഇത് നരേഷ് സക്സേനയുടെ ടിപ്പണിയാണ്. ഓക്കെ, അടുത്ത വേർഡ് എന്താ? അപ്പോൾ 2 സെൻറ്റൻസ് കഴിഞ്ഞു കേട്ടോ. 2 വേർഡ് കഴിഞ്ഞു, 2 സെൻറ്റൻസ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് ഹതാശാക്കോ. അടുത്ത സെൻറ്റൻസ് ഹതാശാക്കോ എന്നുള്ളതാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താ വന്നത്? യഹ് ഇസ് പർ നരേഷ് സക്സേന की टिप्पणी है. അതുകൊണ്ട് ടിപ്പണി എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഷോർട്ട് വേർഡായിട്ട് എഴുതി. അടുത്ത സെൻറ്റൻസ് നോക്കാം. കവി കഹത്തെ ഹേ. കവി കഹത്തെ ഹേ കി ഇടത്തോട്ട് വള്ളിയുള്ള കീയാണ് കേട്ടോ. ഇടത്തോട്ട് വള്ളിയുള്ള കീയാണ്. കവി കഹത്തെ ഹേ, കവി പറയുന്നു. കി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ സെഡ് ദാറ്റ് പറയാറുണ്ട്. സെഡ് ദാറ്റ്, അതിനെ ആ ദാറ്റിനെ ഹിന്ദിയിൽ എഴുതുന്നത് ഇടത്തോട്ട് വള്ളിയുള്ള കീയാണ്. കവി കഹത്തെ ഹേ കി ഏക് വ്യക്തി കോ ജാനനെ കെ ലിയെ, ഒരു വ്യക്തിയെ അറിയാൻ വേണ്ടി ഉസ്കി ഹതാശാ കോ ജാനന ഹേ, അയാളുടെ നിരാശയെ അറിയണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വേർഡ് എന്താ? ഹതാശാക്കോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ അറിയാം? ഹതാശാക്കോ. കോ എന്താ അർത്ഥം? കോ. കോ അറിയാത്തവർ 10ാം ക്ലാസ്സിലുണ്ട്. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കോയുടെ അർത്ഥം അറിയാത്തവർ 10ാം ക്ലാസ്സിലുണ്ട്. ഹിന്ദി വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാ കേക്കി കോ മേം സേ. ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ, ഇത് പഠിച്ചാൽ ഇന്ന് തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തോ, എഴുതി വെച്ചോ, പഠിച്ചോ, നിങ്ങൾക്ക് ഹിന്ദി പിന്നെ വെരി ഈസിയാണ്. ഈ 5 വേർഡുകൾ പഠിച്ചാൽ പിന്നെ ഹിന്ദി നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഇത് പഠിക്കാത്തത് കൊണ്ടാണ് പലർക്കും ഹിന്ദി ടഫായിട്ടുള്ളത്. കാരണം എല്ലാ സെൻറ്റൻസിലും കാക്കയ്ക്ക് കോ നേ സേ മേം ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് അറിയാത്തവർ എത്രയും പെട്ടെന്ന് ഒരു നോട്ട് എടുത്ത് വെച്ച് എഴുതി അത് പഠിച്ച് ഇന്ന് തന്നെ പഠിച്ച് ക്ലിയർ ആയിക്കോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഹിന്ദി പിന്നെ വളരെ ഈസിയാണ്. ഹതാശാക്കോ. കോ എന്താ അർത്ഥം? ഹതാശാക്കോ. ഹതാശേ, നിരാശയെ. ഇപ്പം നമ്മൾ പറയില്ല അവനെ ഉസ്കോ, അവളെ ഉസ്കോ, രാജുവിനെ രാജുക്കോ, രാമുക്കോ രാമുവിനെ, അല്ലെങ്കിൽ രാമുവിന് 2 അർത്ഥത്തിന് കൊടുക്കാൻ പറ്റും. രാമുവിനെ രാമുവിന്, അവളെ അല്ലെങ്കിൽ അവൾക്ക്. എന്താ ആ ഒരു മീനിങ്ങാണ് കോയ്ക്ക് വരുന്നത്. കോ. ഹതാശാക്കോ, നിരാശയെ എന്ത് ചെയ്യണം? അറിയണം. ജാന്നാഹെ എന്തിന്? അപ്പോൾ നമ്മൾ ഈ ഹതാശാക്കോ കണ്ടാൽ നമ്മൾ എന്താ മനസ്സിൽ എന്താ വരേണ്ടതെന്ന് അറിയോ? നിരാശയെ എന്ത് ചെയ്യണം? അറിയണം. എന്തിനാ അറിയേണ്ടത്? ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ അയാളുടെ നിരാശയെ അറിയണം. അയാളുടെ നിരാശ എന്താണെന്ന് അറിയണം. ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ നിരാശ ഉദ്ദേശിക്കുന്നത് വിഷമം, സങ്കടം, പ്രയാസം, ബുദ്ധിമുട്ട് അറിയണം. ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ അയാളുടെ ബുദ്ധിമുട്ട് അറിയണം. ഇപ്പം നിങ്ങൾ പറയില്ലേ, ഒരാളിനെ അറിയാം, എനിക്ക് അവനറിയാം, ഞങ്ങൾ ഫ്രണ്ട്സാന്ന് പറയും, ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സാണ്, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാണ്. പക്ഷേ വിനോദ് കുമാർ ശുക്ല പറയണത് എന്താ അറിയോ? നിങ്ങളൊരു ഫ്രണ്ട്സും അല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാം. അതിൻ്റെ കാരണം ഇനി പറയുന്നുണ്ട്. എന്താണ് കാരണം? ഹതാശാസേ. സേ എന്താർത്ഥം? സേ എന്താർത്ഥം വരുന്നത്? ഞാൻ പറഞ്ഞു കോ, നമ്മൾ പഠിച്ചു, കോ മനസ്സിലാക്കി, നിരാശയെ. ഇനി അടുത്തത് ഹതാശാസേ എന്നാണ്. എന്താർത്ഥം? ഹതാശാസേ. സേ കൊണ്ട്. സേ കൊണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഉടനെ എഴുതിയെടുത്ത് അത് ഇപ്പോൾ തന്നെ അത് ക്ലിയർ ആക്കണം കേട്ടാ. ഹതാശാസേ, നിരാശ കൊണ്ട്.
അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ഏക് വ്യക്തി ഹതാശാസെ ബൈഠ് ഗയാ താ. ഒരു വ്യക്തി നിരാശ കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെ ഹതാശാമയം എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, ഹതാശാമയം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഹതാശാസെ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ടെക്സ്റ്റിൻ്റെ ടൈറ്റിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ഹതാശാമയം എന്നാണ്, നിരാശയിൽ. ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ വരുന്നത് എന്താ? ഹതാശാസെ എന്നാണ്. രണ്ടും പറയാം. ഹതാശാമയം നിരാശയിൽ, അല്ലെ ഹതാശാസെ നിരാശ കൊണ്ട്. അപ്പം എന്താ? ഒരു വ്യക്തി നിരാശയിലിരിക്കുകയായിരുന്നു, നിരാശ കൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏക് വ്യക്തി ഹതാശാമയം ബൈഠ് ഗയാ താ. നെഹിം ജാൻത അറിയില്ല, നെഹിം ജാൻത അറിയില്ല. കവി ഉസ് വ്യക്തി കോ നെഹിം ജാൻതാ താ. കവി ഉസ് വ്യക്തി കോ, കോടെ അർത്ഥം പറഞ്ഞെന്താ? ആ വ്യക്തിയെ. ഹതാശാക്കോ നിരാശയെ, ഉസ് വ്യക്തിക്കോ ആ വ്യക്തിയെ. കവി ഉസ് വ്യക്തിക്കോ നെഹിം ജാൻതാ താ. കവിക്ക് ആ വ്യക്തിയെ അറിയില്ലായിരുന്നു. വീണ്ടും ഹതാശോക്കോ വന്നു. ലേക്കിൻ ഹതാശോക്കോ ജാൻതാ താ. നിരാശയെ അറിയാമായിരുന്നു. എന്താ സംഭവം അവിടെ? ഒരു വ്യക്തി നിരാശ കൊണ്ടിരിക്കുകയാണ്. റോട്ടിലൊരു വ്യക്തിയെ, ഒരു വ്യക്തിയിൽ റോട്ടിൽ ആകെ പ്രയാസപ്പെട്ട് സങ്കടത്തിൽ ബുദ്ധിമുട്ടിലിരിക്കുകയാണ് ഒരു വ്യക്തി. അപ്പോൾ കവി ആ വ്യക്തിയെ കണ്ടു. കവിക്ക് പക്ഷേ അയാൾ അറിയില്ല. കവിക്ക് അയാൾ അറിയില്ല. ഫ്രണ്ട്സ് എന്ന് പറയാൻ അയാളുടെ മുമ്പ് അറിയില്ല. പക്ഷേ കവിക്ക് എന്ത് മനസ്സിലായി? അയാളുടെ വിഷമം എന്താണെന്ന് മനസ്സിലായി. ഹതാശാക്കോ ജാൻതാ താ. കവി ഉസ് വ്യക്തിക്കോ നെഹിം ജാൻതാ താ. ലേക്കിൻ കവി ഹതാശാക്കോ ജാൻതാ താ. എന്നാൽ കവിക്ക് നിരാശയെ അറിയാമായിരുന്നു. ഓക്കെ, ആ സെൻറ്റൻസ് നമുക്ക് അടുത്തതായിട്ട് കാണാം. എന്ത്? കവി ഉസ് വ്യക്തിക്കോ നെഹിം ജാൻതാ താ. കവിക്ക് ആ വ്യക്തിയെ അറിയില്ലായിരുന്നു. നമ്മൾ പറഞ്ഞ ആ വീടിൻ്റെ സെൻറ്റൻസ്. ഇനിയോ? ഉസ്കി ഹതാശാക്കോ ജാൻതാ താ. ഉസ്കി, കി എന്താ അർത്ഥം? കാക്കയ്ക്ക്. കി എന്താ അർത്ഥം? ഇൻ്റെ. ഉസ്കി അവൻ്റെ, അദ്ദേഹത്തിൻ്റെ, അയാളുടെ എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ 3 പ്രിപ്പോസിഷൻ പറഞ്ഞു കേട്ടോ, 3 പ്രത്യയം പറഞ്ഞു കേട്ടോ. ആദ്യം പറഞ്ഞാൽ എന്താ? കോ, ഉസ്കോ അവനെ. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയെടുത്ത് പഠിക്കുക. ഉസ്കോ അവനെ. രണ്ടാമത് പറഞ്ഞു മേം പറഞ്ഞു, സേയും പറഞ്ഞു. മേം എന്താ? ഹതാശാമേം. ഈ ഹതാശ വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി പഠിച്ചു നോക്കിയേ. ഹതാശാക്കോ നിരാശയെ. ഹതാശാമേം നിരാശയിൽ. ഹതാശാസെ നിരാശ കൊണ്ട്. ഇനി ഇവിടെ എന്താ പറഞ്ഞു? ഉസ്കി അവൻ്റെ. ഉസ്കി അവൻ്റെ. ഉസ്കി ഹതാശാക്കോ. ഇതിൽ രണ്ടും വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്? കാക്കയ്ക്കോ പഠിച്ചാൽ ഹിന്ദി പിന്നെ വെരി ഈസിയാണ്, വളരെ ഈസിയാണ്. എന്നാൽ അത് പഠിക്കാനും ഈസിയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അതൊന്ന് എഴുതിയെടുത്താൽ മതി. ഒറ്റ പ്രാവശ്യം ഒന്ന് എഴുതിയെടുത്തിട്ട് ഹതാശയുടെ കൂടെ ഇതൊക്കെ ഒന്ന് ചേർത്ത് എഴുതി നോക്കിയേ. ഹതാശാക്കോ ഹതാശയെ, ഹതാശാമേം നിരാശയിൽ, ഹതാശാസെ നിരാശ കൊണ്ട്, ഹതാശാക്കി നിരാശയുടെ. എന്താ? ഹതാശയുടെ കൂടെ ഇതൊക്കെ ഒന്ന് എഴുതി ഒന്ന് ഒറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. വളരെ ഈസിയാവും. ഓക്കെ, ഉസ്കി ഹതാശാക്കോ നെഹിം ജാൻതാ, ഹതാശാക്കോ ജാൻതാ താ. അപ്പം എന്താ സംഭവം? കവിക്ക് ഒരാൾ വിഷമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. കവി ഉസ്കോ നെഹിം ജാൻതാ താ. കവിക്ക് അയാളറിയില്ല. ഹതാശാക്കോ ജാൻതാ താ. നിരാശയെ അറിയാം. ഓക്കെ, അടുത്ത വേർഡ് എന്താ? നാം ഔർ പത്ത, പേരും അഡ്രസ്സും. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയാം? കവി എന്താ പറയുന്നറിയോ? നാം ഔർ പത്ത ജാന നെഹിം. പേരും അഡ്രസ്സും അറിയലല്ലാന്ന്. നാം ഔർ പത്ത ജാന നെഹിം. പേരും അഡ്രസ്സും അറിയലല്ല. എന്ത്? ഒരാളറിയാന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ അറിയാന്ന് പറഞ്ഞാൽ പേരും അഡ്രസ്സും അറിയലല്ല. ഏക് വ്യക്തിക്കോ ജാന്ന, ഏക് വ്യക്തിക്കോ ജാന്ന, ഒരു വ്യക്തിയെ അറിയൽ. നാം ഔർ പത്ത ജാന്ന, പേരും അഡ്രസ്സും അറിയൽ. നെഹിം അല്ല. അപ്പോൾ ഇവിടെ എന്താ? നാം ഔർ പത്ത എന്നുള്ളത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? നാം ഔർ പത്ത ജാന്ന അറിയുക, അറിയൽ. നെഹിം അല്ല. നാം ഔർ പത്ത ജാന്ന നെഹിം, പേരും അഡ്രസ്സും അറിയൽ അല്ല. എന്ത്? ഒരു വ്യക്തിയെ അറിയൽ. ഏ വ്യക്തിക്കോ ജാന്ന. അപ്പോൾ ആദ്യം അത് പറയാ. ഏക് വ്യക്തിക്കോ ജാന്ന, നാം ഔർ പത്ത ജാന്ന നെഹിം. ഒരു വ്യക്തിയെ അറിയൽ, പേരും അഡ്രസ്സും അറിയലല്ല. ഓക്കെ, അടുത്തത് എന്താ? അതിൻ്റെ സെൻറ്റൻസ് ഞാൻ കാണിച്ചു തരാം. ഏക് വ്യക്തിക്കോ ജാന്ന, നാം ഔർ പത്ത ജാന്ന നെഹിം. ഒരു വ്യക്തിയെ അറിയൽ, പേരും അഡ്രസ്സും അറിയലല്ല. ഒരു വ്യക്തിയെ അറിയൽ,
പേരും അഡ്രസ്സും അറിയലല്ല. ഏക് വ്യക്തിക്കോ ജാന്ന നാം ഓർ പത്ത ജാന്ന നെഹിം. ഓക്കെ, അടുത്ത വീട് നോക്കാം. ഹദാശാക്കോ എന്താ? നിരാശയെ. ഹദാശാക്കോ ജാന്ന ഹേ. പേരും അഡ്രസ്സ് അല്ല അറിയേണ്ടത്, പേരും അഡ്രസ്സ് അല്ല അറിയേണ്ടത്. ഉസ്കി ഹദാശാക്കോ ജാന്ന ഹേ. അയാളുടെ നിരാശയെയാണ് അറിയേണ്ടത്. ഉസ്കി ഹദാശാക്കോ ജാന്ന ഹേ. അയാളുടെ നിരാശയെയാണ് അറിയേണ്ടത്. ഓക്കെ, അടുത്തെന്താ? മനുഷ്യ. മനുഷ്യ. മനുഷ്യക്കോ, മനുഷ്യക്ക്. എന്താ? കോയും വന്നു, കീയും വന്നു. മനുഷ്യക്കോ എന്താ? മനുഷ്യനെ. മനുഷ്യക്ക്, മനുഷ്യൻ്റെ. കി തര ജാന്ന ഹേ. മനുഷ്യനെ മനുഷ്യൻ്റെ പോലെ അറിയണം. മനുഷ്യനെ മനുഷ്യനെ പോലെ അറിയണം. മനുഷ്യനെ മനുഷ്യത്വത്തോടു കൂടി അറിയണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാന്ന ഹേ. മനുഷ്യനെ മനുഷ്യനെ പോലെ അറിയണം. മനുഷ്യനെ മനുഷ്യൻ്റെ പോലെ അറിയണം. അതുകൊണ്ട് ഈസിയാണ് പഠിക്കാം. മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാന്ന ഹേ. ഓക്കെ, അതിൻ്റെ സെൻറ്റൻസ് കാണിച്ചു തരാം. മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാന്ന ഹേ. ലേക്കിൻ ഉസ്കി ഹദാശാക്കോ ജാന്ന ഹേ അത് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മനുഷ്യ എന്ന് വന്നു. മനുഷ്യ എന്ന് വന്നാൽ അതാണ് ഷോർട്ട് വേർഡ്സ് കേട്ടാ. നിങ്ങൾ ബുക്കിൽ ഷോർട്ട് വേർഡ്സ് എടുത്ത് എഴുതി വയ്ക്കണം. ഇത് മനുഷ്യ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെൻറ്റൻസ് പറയണം. മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാന്ന ഹേ. കവി കഹത്തെ ഹേ കി എന്നുള്ള ഓപ്ഷനിലാണ്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സെൻറ്റൻസ് അവിടെ കറക്റ്റ് തന്നെ ആയിരിക്കും. വേണമെങ്കിൽ അതും പറയാം. കവി കഹത്തെ ഹേ കി ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇത് മാത്രം പറഞ്ഞാലും മതി. എന്ത്? മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാന്ന ഹേ. മനുഷ്യനെ മനുഷ്യൻ്റെ പോലെ അറിയണം. ഓക്കെ, അടുത്തെന്താ? ദൂർ കർന. എന്താ അർത്ഥം? ദൂർ കർന, ദൂരീകരിക്കുക, ഇല്ലാതാക്കുക. എന്താണ് ഇല്ലാതാക്കേണ്ടത്? ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യം തന്നെയാണ്. ചാപ്റ്ററിൻ്റെ പേരിലുള്ള കാര്യം. ഹദാശ. ഹദാശ, നിരാശയെ. ഏന്നാവാൻ ഏത് പ്രത്യയ ചേർക്കുക? ഏത് പ്രിപ്പോസിഷൻ ചേർക്കുക? കോ. അപ്പോൾ ഹദാശാക്കോ. കീന്നും അവിടെ പറയാൻ പ്രശ്നമില്ല. ഹദാശാക്കോ ദൂർ കർന ഹേ. ഹദാശാക്കോ ദൂർ കർന ഹേ. ആരുടെ? മറ്റുള്ളവരുടെ എന്നുള്ള ഹിന്ദിയിൽ എന്താ പറയാം? ദൂസരോം കി. ദൂസരോം കി, മറ്റുള്ളവരുടെ. ഹദാശാക്കോ നിരാശയെ, വിഷമങ്ങളെ. ദൂർ കർന ഹേ, ദൂരീകരിക്കണം. അതാണ് സെൻറ്റൻസിൽ വരുന്നത്. ദൂസരോം കി ഹദാശാക്കോ ദൂർ കർന ഹേ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണം, ഇല്ലാതാക്കണം. നമ്മൾ നിന്ന് ഹംന്നും വേണം അവിടെ ചേർക്കാം. ഹംകോ അല്ലെ ഹമേം എന്ന് ചേർക്കാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രം പറഞ്ഞാലും മതി. എന്ത്? ഹദാശ. ദൂസരോം കി ഹദാശ ദൂർ കർന ഹേ. ദൂസരോം കി ഹദാശ ദൂർ കർന ഹേ. മറ്റുള്ളവരുടെ നിരാശ ഇല്ലാതാക്കണം, ദൂരീകരിക്കണം, അകറ്റണം. അവരുടെ വിഷമങ്ങൾ നമ്മൾ അകറ്റാൻ ശ്രമിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? കർത്തവ്യ. എന്താ കർത്തവ്യം? കർത്തവ്യം അത് മലയാളത്തിലും കർത്തവ്യം തന്നെ. ആരുടെ കർത്തവ്യം? നമ്മുടെ. ഹമാര. യഹ് ഹമാര കർത്തവ്യ ഹേ. ഇത് നമ്മുടെ കർത്തവ്യമാണ്. യഹ് ഇത് ഹമാര നമ്മുടെ കർത്തവ്യ ഹേ. ഇത് നമ്മുടെ കർത്തവ്യമാണ്. സച്ചാ മാനവ് വഹി സച്ചാ മാനവ് ഹേ. അങ്ങനെയുള്ള വ്യക്തിയാണ് യഥാർത്ഥ മനുഷ്യൻ. വഹി സച്ചാ മാനവ് ഹേ. അയാൾ തന്നെയാണ് യഥാർത്ഥ മനുഷ്യൻ. അവർ തന്നെയാണ് യഥാർത്ഥ മനുഷ്യർ. വഹി സച്ചാ മാനവ് ഹേ. വഹി സച്ചാ മാനവ് ഹേ. ദൂസരോം കി ഹദാശ കോ ദൂർ കർന ഹേ. दूसरों की हताशा को दूर करना है. यह हमारा कर्तव्य है. यह हमारा कर्तव्य है. कर्तव्य എന്നൊക്കെ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നിങ്ങൾ നോക്കണം ട്ടാ. यह हमारा कर्तव्य है. वही सच्चा मानव है. वही सच्चा मानव है. यह हमारा कर्तव्य है. वही सच्चा मानव है. അയാളാണ്, അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ മനുഷ്യർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന, നിങ്ങൾക്ക് ഞാൻ വെറും ഒരു 12 വേർഡ്സാണ് തരുന്നത്. വെറും 12 വേർഡ്സ്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ വെറും 12 വാക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. അതിനെ സിമ്പിളായിട്ട് ഹിന്ദി സെൻറ്റൻസ് ആക്കുക. ഇത് പലരുടെയും ഒരു രീതി എന്താണെന്നറിയോ? ഹിന്ദി കിട്ടുന്നില്ല. എന്താ ഈ ഗൈഡിലുള്ളതും ലാബ്രിന്തി പോലുള്ളതും ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് എന്നൊരു ബുക്കുണ്ട്, ടീച്ചേഴ്സ് ടെക്സ്റ്റ്. അതിലത്തൊക്കെ കുറച്ച് ടഫാണ്. അതായത് അത്രയും ഒരു നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്താലേ മനസ്സിലിരിക്കുകയുള്ളൂ. അത് കുറച്ച് ടഫാണ് പഠിക്കാൻ. എന്നാൽ ഇതോ ഇങ്ങനെ പഠിക്കാനോ
നിങ്ങൾക്ക് വളരെ ഈസിയാണ്. സിമ്പിൾ സെൻറ്റൻസുകളാണ്. ആകെ 12 പഠിച്ചാൽ മതി. നമ്മൾ കുറേ അങ്ങോട്ട് എഴുതുന്നതിൽ നമ്മളുടെ കറക്റ്റ് പോയിൻറ്റ്സ് ഉണ്ടാവണം. അത് നല്ല നീറ്റായിട്ട് എഴുതണം. അപ്പോൾ ഈ 12 സെൻറ്റൻസ് ഉണ്ട്. പല കുട്ടികൾ എങ്ങനെ എഴുതാമെന്നറിയോ? കട്ട പിടിച്ചിട്ട് അധികം വോളിയം ഇല്ലാതെ എഴുതും. അപ്പോൾ മാർക്ക് കുറയും. അതേ പോയിൻറ്റ്സ് തന്നെ സ്പേസൊക്കെ ഇട്ട് ലൈൻസൊക്കെ വിട്ട് നല്ല നീറ്റായിട്ട് കുറച്ച് വോളിയം കൂട്ടി എഴുതാം. ഇത്രയും പോയിൻറ്റ്സ് നമുക്കൊരു പേജ്, ഒരു 3/4 പേജ്, ഒരു പേജ് നിറച്ച് എഴുതാൻ പറ്റും. ഒരു 1/4 പേജിൽ തിക്കി തിരക്കി എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ എക്സാം ഷീറ്റിൽ പ്രസൻറ്റ് അതുകൂടി ചെയ്താലാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടുക. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒരെണ്ണം അതിൻ്റെ ടിപ്പണി എഴുതാൻ, അതാണ് ഏറ്റവും മെയിൻ ക്വസ്റ്റ്യൻ. ഈ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, ഈ ചാപ്റ്ററിൻ്റെ ടിപ്പണി എഴുതാൻ പറയും. ये हताशा से एक व्यक्ति बैठ गया था, इस कविता पर एक टिप्पणी लिखें. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇനി അത് കൂടാതെ ഇതിൽ നിന്ന് ഞാൻ ആ പാറ്റേൺ പറഞ്ഞുതരാം. ചോദിച്ചത് നന്നായി, വെരി ഗുഡ്. ഞാൻ നിങ്ങളുടെ ഹിന്ദി ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ പറഞ്ഞുതരാം. SLC പരീക്ഷയ്ക്ക് ഏറ്റവും ഈസിയുള്ള A+ വാങ്ങിക്കാനൊക്കെ ആയിട്ട്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏറ്റവും ഈസിയുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഹിന്ദിക്കാണുള്ളത്. കാരണം എന്താ അറിയാം? എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്ന പാരഗ്രാഫ് കൂടി ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. എന്താണോ എക്സാമിന് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന പോയാണെങ്കിൽ ആ ചോദിക്കുന്ന പോയത്തിൻ്റെ ഏത് ഭാഗത്താണോ ആ പോയം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. ഇനി ഒരു ചാപ്റ്ററിലെയാണോ ചോദിക്കുന്നത് ആ ചാപ്റ്ററിലെ ഏത് പാരഗ്രാഫിൽ നിന്നാണോ ആ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. അപ്പോൾ ഈ ഹതാശാസ വ്യക്തി ഇതിൻ്റെ ഒന്നുകിൽ ടിപ്പണിയുടെ ഒരു ഭാഗം തരും, ടിപ്പണി എന്നുള്ള ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും, അല്ലെങ്കിൽ ഇതിൻ്റെ പോയത്തിൻ്റെ ഏതാനും ലൈൻസ് തരും. എന്നിട്ട് അതിൽ നിന്ന് ആ പാരഗ്രാഫിൽ നിന്ന് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ, ആ ഷോർട്ട് ക്വസ്റ്റ്യൻ ആ വരികളിൽ നിന്നുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 1 വേർഡ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു ഗ്രാമർ ചോദിക്കാം. ഗ്രാമറിന് ഉദാഹരണം പറയാം. ഉസ്കി എന്നിട്ട് അത് ഇൻവെർട്ടറിൽ എഴുതും. ഉസ്കി മേ നിഹിത് സർവനാം ക്യാ ഹേ? ഉസ്കി അല്ലെങ്കിൽ ഉസ്കായിലുള്ള സർവനാമം ഏതാന്ന് ചോദിക്കും. ഏതാണ് സർവനാമം? പറയാൻ പറ്റുമോ? ഉസ്ക എന്നതിലുള്ള സർവനാമം പറയാൻ പറ്റുമോ? സർവനാമം എന്ന് പറഞ്ഞാൽ വഹ്, യഹ്, മേം, ഹം, ഇതാണ് സർവനാമം. ഇംഗ്ലീഷിലത്തെ പ്രൊനൗൺസ് എന്ന് പറയും. ഹി, ഷീ, ഐ, വി, യു, ഹി, ഷീ, ഇതാണ് പ്രൊനൗൺസ്, സർവനാമങ്ങൾ. അപ്പോൾ ഇതിൽ ഉസ്ക എങ്ങനെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, പിരിച്ചെഴുതുക എങ്ങനെയാണ്? വഹ് പ്ലസ് ക ഉസ്ക. വഹ് എന്ന് വെച്ചാൽ അവൻ, അവൾ, അത്. വഹ് പ്ലസ് ക ഉസ്ക. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് എന്താ അറിയോ? വഹ് പ്ലസ് ക, അതിലുള്ള സർവനാമം ഏതാണെന്ന് ചോദിച്ചാൽ വഹ് എന്ന് എഴുതേണ്ടത്. ഇത് ഞാനീ പറഞ്ഞ ഏത് SSLC ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ ഏത് SSLC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കോ, ഈ ഒരു ക്വസ്റ്റ്യനുണ്ട്. പക്ഷേ അതിൽ മാറ്റമുള്ള എന്താ അറിയോ? വഹ് എന്നുള്ള ചിലപ്പോൾ യഹാവും. അപ്പോൾ എന്താ? ഇസ്ക എന്ന് പറഞ്ഞാൽ വഹ്, ഇസ്ക എന്ന് പറഞ്ഞാൽ യഹ്. ഇനി ഉൻക ഉണ്ട്, അപ്പോൾ വേ അവർ. ഇൻക ഉണ്ട്, യേ. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. സർവനാമത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ ഒരു പാരഗ്രാഫ് വന്നിട്ട് 1 വേർഡ് ഉണ്ടാവും, ഇതുപോലത്തെ ഒരു ഗ്രാമർ ഉണ്ടാവും, പിന്നെ ടിപ്പണി എഴുതാൻ പറയും. ഇനി ഹതാശാസയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്, ടിപ്പണിയാണ് വരിക. ഹതാശാസെ എന്നുള്ള ആ ചാപ്റ്ററിൽ നിന്ന് ടിപ്പണിയാണ് വരിക. വേറെ ഡയറി കോൺവെർസേഷനൊന്നും ഈ ചാപ്റ്ററിൽ നിന്ന് വരില്ല. വേർഡ് പിരമിഡ് വരും. വേർഡ് പിരമിഡ് കണ്ടിട്ടുണ്ടോ? ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൽ വേർഡ് പിരമിഡ് അറിയില്ലേ? ഇംഗ്ലീഷിലുണ്ട്. ഇംഗ്ലീഷ് വേർഡ് പിരമിഡ് ഉണ്ട്. ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇൻ ദ ഗാർഡൻ. അതുപോലത്തെ ഹിന്ദിയിലും ഉണ്ട്. ഇത് തന്നെ നമുക്ക് ഒരു ഇതായിട്ട് എഴുതാം. ഏത്? ബൈഠ് ഗയാ താ അപ്പോൾ ബൈഠ് ഗയാ താ തരും. പിന്നെ നിങ്ങളോട് ഫില്ലപ്പ് ചെയ്യാൻ പറയും. ഏക് വ്യക്തി ബൈഠ് ഗയാ താ, ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. അതും ഒരു വേർഡ് പിരമിഡാണ്. അതേപോലുള്ളൊരു വേർഡ് പിരമിഡ് ചോദിക്കും. ടിപ്പണി, വേർഡ് പിരമിഡ്, ഈ പറഞ്ഞ ഗ്രാമർ, പിന്നെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ. ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. നിങ്ങൾ ഹിന്ദിയിൽ നിങ്ങൾക്ക് A+ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, ചാപ്റ്റർ ഫുള്ള് അർത്ഥം മനസ്സിലാക്കി വായിക്കണം. ഒന്ന്. 2, നിങ്ങൾ
ഇതിൻ്റെ ഒരു ടിപ്പണി ഇതേ രീതിയിലുള്ള സിമ്പിൾ ഒരു ടിപ്പണി പഠിച്ചു വെക്കണം. ഈ 2 കാര്യം ചെയ്താൽ ഹിന്ദിയിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റർ അങ്ങനെ ചെയ്താൽ ഹിന്ദിയിൽ നിങ്ങൾക്ക് പിന്നെ A+ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ 2 കാര്യം ചെയ്യണം. ഒരു ചാപ്റ്റർ മിനിമം 5 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കണം. അതുപോലെ ഈ സമ്മറി, ഈ ഷോർട്ട് വീഡിയോൻ്റെ സമ്മറി ഉണ്ടല്ലോ, എല്ലാ വീക്കിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതണം. എവറി വീക്ക് നിങ്ങളിത് റിവൈസ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ചാപ്റ്ററിൽ പോകാം. അപ്പോൾ ടൂട്ടാ പഹിയയിലേക്ക് പോവാം. ഓക്കെ, ഈ 10 വേർഡ്സാണ് നമുക്ക് ടൂട്ടാ പഹിയയിൽ പഠിക്കാനുള്ളത്. ടൂട്ടാ പഹിയ പോയാണ്. എന്താ മീനിങ്? ടൂട്ടാ പഹിയയുടെ മീനിങ് എന്താ അർത്ഥം? ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം. ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം. പൊട്ടിയ ചക്രത്തെ നോക്കിയിട്ട് ഇവിടെ കവി പൊട്ടിയ ചക്രത്തെ നോക്കിയിട്ട് ഒരു കവിത എഴുതിയിരിക്കുകയാണ്. ധർമ്മവീർ ഭാരതി, പോയറ്റിൻ്റെ പേര് ധർമ്മവീർ ഭാരതി. അദ്ദേഹം പൊട്ടിയ ചക്രത്തെ നോക്കിയിട്ട്, ആ പൊട്ടിയ ചക്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അതായത് ആ പൊട്ടിയ ചക്രം ഒരു പേഴ്സോണിഫിക്കേഷൻ ചെയ്തുകൊണ്ട്. എന്താണ് പേഴ്സോണിഫിക്കേഷൻ? മനുഷ്യൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ, അട്രിബ്യൂഷൻസ്. ആ മനുഷ്യൻ്റെ ഗുണങ്ങൾ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കരയുക, ചിരിക്കുക, ഇതൊക്കെ ആരുടെ ഗുണങ്ങളാണ്? പ്രയാസപ്പെടുക, നിരാശനാകുക, ഇതൊക്കെ ആരുടെ ഗുണങ്ങളാണ്? സംസാരിക്കുക, സന്തോഷിക്കുക, ഇതൊക്കെ ആരുടെ ഗുണങ്ങളാണ്? മനുഷ്യൻ്റെ ഗുണമാണ്. എന്നാൽ പൂക്കളെ ഈ രീതിയിൽ, പൂക്കൾ ചിരിക്കുന്നു കവിതയിൽ പറയും അല്ലേ? പൂക്കൾ ചിരിക്കുന്നു, പ്രകൃതി കരയുന്നു എന്നുള്ളതൊരു പേഴ്സോണിഫിക്കേഷൻ. കരയാന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഗുണമാണ്. അപ്പോൾ ഇവിടെ ടൂട്ടാ പഹിയ സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ടൂട്ടാ പഹിയ പറയുന്ന കാര്യം, മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പുരാണ ഇതിഹാസങ്ങളിൽപ്പെട്ട ഒരു എപ്പിക്കാണ്, ഒരു മഹാകാവ്യമാണ് മഹാഭാരത യുദ്ധം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യുദ്ധത്തിൽ അർജുനൻ്റെ മകനായ അഭിമന്യു, ഈ അഭിമന്യു യുദ്ധത്തിൽ ശത്രുക്കളാൽ നിർമ്മിക്കപ്പെട്ട ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വളഞ്ഞുകൊണ്ട് ഒരു യോദ്ധാവിനെ ആക്രമിക്കുന്ന രീതിയാണ് ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ. അതിനുള്ളിലേക്ക് കയറാൻ എളുപ്പമല്ല. വളരെയധികം യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന യോദ്ധാക്കൾക്ക് മാത്രമേ അതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് അതിന് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെ നിപുണന്മാരായിട്ടുള്ള അത്രയും സ്ട്രോങ് വാരിയേഴ്സിനെ അതൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ അഭിമന്യുവിനെ ഈ ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ കയറാൻ അറിയാം, പക്ഷെ പുറത്ത് കിടക്കാൻ അറിയില്ല. അങ്ങനെ ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ പെട്ട് നിരായുധനായി നിൽക്കുന്ന അഭിമന്യു, ഈ അഭിമന്യു ശത്രുക്കളായിട്ടുള്ള മഹാരഥന്മാരായിട്ടുണ്ട്. അന്ന് കൗരവ സൈന്യവും പാണ്ഡവ സൈന്യവും തമ്മിലാണ്. പാണ്ഡവ പക്ഷത്താണ് അഭിമന്യു ഉള്ളത്. കൗരവ പക്ഷത്ത് മഹാരഥന്മാരുണ്ട്, ശക്തരായിട്ടുള്ള ആളുകളുണ്ട്, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത അത്ര ശക്തരായ ആളുകളുണ്ട്. അവർ ബ്രഹ്മാസ്ത്രം, അന്നത്തെ ഏറ്റവും വലിയ വെപ്പൺസാണ്, പുരാണങ്ങളിലൊക്കെ പറയുന്ന വെപ്പൺസാണ്. ഇന്നിപ്പോൾ എന്താണ്, മെഷീൻ ഗണ്ണുകളും അതുപോലെ ആറ്റം ബോംബുകളൊക്കെയാണ് ഇന്നത്തെ സ്ട്രോങ് വെപ്പൺസ്. പുരാണങ്ങളിലൊക്കെ പറയുന്ന സ്ട്രോങ് വെപ്പൺസിൽ പെട്ടതാണ് ബ്രഹ്മാസ്ത്രം. ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ എല്ലാവരും അഭിമന്യുവിന് നേരെ ബ്രഹ്മാസ്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ അഭിമന്യു അവിടെ കിടക്കുന്ന ഒരു ടൂട്ടാ പഹിയ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം കൊണ്ട് ഡിഫെൻഡ് ചെയ്തു. ആ അസ്ത്രങ്ങളെ അവിടെ പ്രതിരോധിച്ചു, തിരിച്ച് ഫൈറ്റ് ചെയ്തു. അപ്പോൾ ഈ പൊട്ടിയ ചക്രം പറയാണ്, നിങ്ങളെന്നെ നിസ്സാരനായിട്ട് കാണണ്ട, എന്നെ വലിച്ചെറിയരുത്, നിങ്ങളെന്നെ നിസ്സാരമാണെന്ന് കരുതി വലിച്ചെറിയണ്ട. കാരണം മഹാഭാരത യുദ്ധത്തിലെ നിരായുധനായ അഭിമന്യുവിൻ്റെ കൈകളിലിരുന്നു കൊണ്ട് ബ്രഹ്മാസ്ത്രങ്ങളോട് പടപൊരുതിയത് ഞാനാണ്. അപ്പം എന്താണ് ടൂട്ടാ പഹിയ പറയുന്നത്? എന്നെ നിങ്ങൾ അവഗണിക്കണ്ട, നിസ്സാരമായി വലിച്ചെറിയണ്ട. അഭിമന്യുവിൻ്റെ കൈകളിലിരുന്ന് ബ്രഹ്മാസ്ത്രങ്ങളോട് പൊരുതിയത് ഈ നിങ്ങൾ നിസ്സാരമായി കരുതി വലിച്ചെറിയുന്ന ഈ പൊട്ടിയ ചക്രം,
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ തൃണവൽക്കരിക്കേണ്ട, എന്നെ നിസ്സാരമായി അവഗണിച്ച് കളയണ്ട. ഓക്കെ, ഇവിടെ ടൂട്ടപ്പഹ്യ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ടൂട്ടപ്പഹ്യ സിമ്പിളാണ്, സിംബോളിക്കാണ്. അതായത് നിസ്സാര മനുഷ്യരാണ്, നിസ്സാര മനുഷ്യരാണ്. ലഘുമാനവ് എന്ന് പറയും. ഇത് SLCക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ടൂട്ടപ്പഹ്യ കിസ്കാ പ്രതീക് ഹേ? ടൂട്ടപ്പഹ്യ ലഘുമാനവ് കാ പ്രതീക് ഹേ. ടൂട്ടപ്പഹ്യ നിസാരനായിട്ടുള്ള സാധാരണ മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ്. ഇപ്പോൾ എന്താണെന്നറിയോ, നമ്മളുള്ള സാധാരണ മനുഷ്യർക്കൊന്നും ഒരു വിലയില്ല. നമ്മളിപ്പോൾ വാട്സപ്പിൽ നമ്മളെ പ്രൊഫൈലായിട്ട് ആരെ ഇടുക? നമ്മൾ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിൻ്റെ ഒക്കെ ഫാനായിരിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റാറിൻ്റെ ഫാനായിരിക്കും. കോഹ്ലി, വിജയ്, ധോനി, സൂര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം വല്ലവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ? നമ്മൾ പെട്ടെന്ന് ഒരു പ്രതിസന്ധി, ഒരു അപകടത്തിൽ പെട്ടു, പ്രയാസത്തിൽ പെട്ടാൽ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു നിസാരനായിട്ടുള്ള സാധാരണ ഒരു നൈബറായിരിക്കും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ആ നൈബറുടെ പ്രതീകമാണ് ഇവിടെ ടൂട്ടപ്പഹ്യ. നമ്മൾ നൈബർ ടൂട്ടപ്പഹ്യ പോലെ നമ്മൾ അയാളെ മൈൻഡ് ചെയ്യാറില്ല, അയാളൊക്കെ ലോക്കലാണ്, ചീപ്പാണ്, അങ്ങനെ നമ്മൾ തള്ളിക്കളയുന്നു. ഞാൻ എൻ്റെ പ്രൊഫൈലായിട്ട് ഇട്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാറിൻ്റെ ഫോട്ടോ ആണ്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യുക നമ്മൾ ടൂട്ടപ്പഹ്യ പോലെ കാണുന്ന ഈ നിസാരന്മാരായിട്ടുള്ള നമ്മളെ ചുറ്റുവട്ടത്തുള്ള നമ്മളുടെ നൈബേഴ്സ്, ഫ്രണ്ട്സ്, അവരായിരിക്കും നമ്മളുടെ കൂടെ ഒരു പ്രയാസം വന്നാൽ നമ്മളെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ടൂട്ടപ്പഹ്യ അതിൻ്റെ ഒരു സിമ്പിളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിവിടെ അതിൻ്റെ 10 വേർഡ്സാണ് ഞാൻ നിങ്ങൾക്ക് ആകെ കൂടി തരുന്നത്. 10 വേർഡ്സ്. ഈ 10 വേർഡ്സിൻ്റെ മീനിങ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ടൂട്ടപ്പഹ്യ പൊട്ടിയ ചക്രം. മത് ഫേങ്ന എന്താ അർത്ഥം? മത് ഫേങ്ന മീനിങ് എന്താ? മത് ഫേങ്ന, മത്ത് എന്ന് പറഞ്ഞാൽ അരുത്, ഡോണ്ട്. ഫേങ്ന എന്ന് വെച്ചാൽ വലിച്ചെറിയുക. മത് ഫേങ്ന വലിച്ചെറിയരുത്. മത് ഫേങ്ന വലിച്ചെറിയരുത്. നിങ്ങൾ വേർഡ്സ് എഴുതിയെടുക്കണം. എല്ലാവരും വേർഡ്സ് എഴുതിയെടുക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റൻസ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ഇതാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. സെൻറ്റൻസ് നിങ്ങളുടെ താല്പര്യത്തിന്, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഈ വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കിയാൽ. ടൂട്ടപ്പഹ്യ പൊട്ടിയ ചക്രം. മത് ഫേങ്ന വലിച്ചെറിയരുത്. ഫസ് ജാത്താ ഹേ അകപ്പെടുന്നു. ഫസ് ജാന അകപ്പെടുക. ഫസ് ജാത്താ ഹേ അകപ്പെടുന്നു. ഖേർ ലേത്തി ഹേ വളയുന്നു. ഖേർ ലേത്തി ഹേ വളയുന്നു. ഖേർ ലേത്തി ഹേ വളയുന്നു. അധാർമിക് അധാർമികമായ തെറ്റായ, അധാർമിക് തെറ്റായ കാര്യം, അധാർമികമായ. അഭിമന്യു ഇതിലെ ഈ ചാപ്റ്ററിൽ പറയുന്നത് അഭിമന്യുവിനെ കുറിച്ചാണ്. ലോഹാലിയ പ്രതിരോധിച്ചു, യുദ്ധം ചെയ്തു, ഡിഫെൻഡ് ചെയ്തു, പൊരുതി. ലോഹാലിയ പൊരുതി. സമാജ് കി ഹാലത്ത് സമൂഹത്തിൻ്റെ അവസ്ഥ. സമാജ് കി ഹാലത്ത് സമൂഹത്തിൻ്റെ അവസ്ഥ. കുജൽ ഡാൽത്തെ ഹേ ചവിട്ടി മെതിക്കുന്നു. കുജൽ ഡാൽത്തെ ഹേ ചവിട്ടി മെതിക്കുന്നു. മാനവ മൂല്യം കി മാനുഷിക മൂല്യങ്ങളുടെ. മാനവ മൂല്യം കി മാനുഷിക മൂല്യങ്ങളുടെ. അപ്പോൾ ഈ വേർഡ്സ് എഴുതിയെടുക്കുക, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ വേർഡ്സ് നിങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കുക. പിന്നെ ഈ വേർഡ്സിൻ്റെ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ്. ബൈ ഹാർട്ടിലേക്കല്ല പോകേണ്ട കേട്ടോ. ഏതെങ്കിലും ഗൈഡിലോ ബുക്കിലോ ഉള്ളത് അതേപോലെ എഴുതിയെടുത്ത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് തരുന്നത് അതേപോലെ എഴുതിയെടുത്തിട്ട് അതിങ്ങനെ മനപ്പാടാക്കുക, ബൈ ഹാർട്ടാക്കുക. ഒരു കാര്യമില്ല. അത് തീരെ പ്രൊഡക്റ്റീവ് അല്ല. പല കുട്ടികളുടെ ഒരു ദുരാവസ്ഥ ഞാൻ പറയട്ടെ. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചു പോയവർ +1 +2 പരാജയപ്പെടുന്നുണ്ട്. 10ാം ക്ലാസ്സിന് കുറേ A+ വാങ്ങിച്ചവർ +1 +2 പരാജയപ്പെടും, അല്ലെങ്കിൽ അവർ പ്രയാസപ്പെട്ട് കുറേ A+ ഒന്നും കിട്ടുന്നില്ല, പകുതി മാർക്കൊക്കെ കിട്ടുന്നുള്ളൂ. എന്താ പ്രശ്നം എന്നറിയോ? ഈ ബൈ ഹാർട്ടാണ് പ്രശ്നം. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ അത് നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞ് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അത് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നിങ്ങൾ അങ്ങനെ പഠിച്ചു നോക്കിയേ, നിങ്ങളുടെ ലാംഗ്വേജ് പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും. അതിനുവേണ്ടി നിങ്ങൾ വേർഡ്സ് എഴുതി വയ്ക്കുക. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് ഷോർട്ട് വേർഡ്സ് തന്നിരുന്നു, ഷോർട്ട് നോട്ട് തന്നിരുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലും ഇംഗ്ലീഷ് ഞാൻ നിങ്ങൾ അങ്ങനെ വേർഡ്സ് തരും. അത് നിങ്ങൾ എഴുതിയെടുക്കുക, അതിൻ്റെ ആ മീനിങ് മനസ്സിലാക്കുക, അതിനെ സെൻറ്റൻസ് ആക്കുക സ്വയം. എന്നിട്ട് ഞാൻ തരുന്ന സെൻറ്റൻസ് നിങ്ങൾ എഴുതി വെച്ചിട്ട് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുക. നിങ്ങളുടേതായ സെൻറ്റൻസിൽ പറഞ്ഞോ. ഓക്കെ, ഈ പോയിൻ്റ് അതിലുണ്ടാവണമെന്ന് മാത്രം. ഓക്കെ,
അപ്പോൾ ഇവിടെ ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം, മത് ഫേങ്കിന വലിച്ചെറിയരുത്, ഫസ് ജാത്താ ഹെ അകപ്പെടുന്നു, ഖേർ ലേത്തി ഹെ വളയുന്നു, അധാർമികമായ തെറ്റായ, അഭിമന്യു ലോഹാലിയ പൊരുതി, സമാജ് കി ഹാലത്ത് സമൂഹത്തിൻ്റെ അവസ്ഥ, കുജൽ ഡാൽത്തെ ഹെ ചവിട്ടിമതിക്കുന്നു, മാനവ മൂല്യം കി മാനുഷിക മൂല്യങ്ങളുടെ. ഓക്കെ, ഇനി ഇതിൻ്റെ സെൻറ്റൻസ് പറയാം. ടൂട്ടാ പഹിയ धर्मवीर भारती की कविता है. फर्स्ट सेंटेंस കഴിഞ്ഞു. टूटा पहिया धर्मवीर भारती की कविता है. टूटा पहिया धर्मवीर भारती की कविता है. टूटा पहिया धर्मवीर ഭാരതിയുടെ കവിതയാണ്. मत फेंकना, उसे बेकार समझकर मत फेंकना. उसे അതിനെ, उसको എന്നുള്ളതാണ് ഉസേ കേട്ടോ, ഉസ്കോ അതിനെ, ഉസ്കോ എന്നുള്ള ഉസേ എന്നും പറയാം. ഉസേ ബേക്കാർ സമജ്കർ മത് ഫേങ്കന, അതിനെ ബേക്കാർ സമജ്കർ ഉപയോഗശൂന്യമാണെന്ന് കരുതി, ബേക്കാർ എന്ന് വെച്ചാൽ യൂസ്ലെസ്, അതിനെ യൂസ്ലെസ് ആണെന്ന് കരുതി വലിച്ചെറിയരുത്. ഉസേ ബേക്കാർ സമജ്കർ മത് ഫേങ്കന, അതിനെ ഉപയോഗശൂന്യമാണെന്ന് കരുതി വലിച്ചെറിയരുത്. ഫസ് ജാത്താ ഹെ അകപ്പെടുന്നു. അഭിമന്യു ചക്രവ്യൂഹമേ ഫസ് ജാത്താ ഹെ, അഭിമന്യു ചക്രവ്യൂഹത്തിൽ അകപ്പെടുന്നു. ഖേർ ലേത്തി ഹെ കൗരവ് സേന ഉസേ ഖേർ ലേത്തി ഹെ, കൗരവ് സേന അഭിമന്യു കോ ഖേർ ലേത്തി ഹെ, കൗരവ് സേന അഭിമന്യുവിനെ വളയുന്നു. അധാർമിക ഹെ അധാർമികമാണ്. യുദ്ധമേ നിരായുധ യോദ്ധാ സേ ലഡ്ന അല്ലെ യുദ്ധ കർന അധാർമിക ഹെ. യുദ്ധമേം യുദ്ധത്തിൽ, നിരായുധ യോദ്ധാസെ നിരായുധനായ യോദ്ധാവിനോട്, യുദ്ധ കർണ യുദ്ധം ചെയ്യുക, അധാർമിക ഹെ അധാർമികമാണ്, തെറ്റാണ്. ലോഹാലിയ ലോഹാലിയ പൊരുതി, ലോഹാലിയ പൊരുതി. അഭിമന്യു ടൂട്ടാ പഹിയ സെ ലോഹാലിയ, അഭിമന്യു ടൂട്ടാ പഹിയ കൊണ്ട് പൊരുതി, ഡിഫെൻഡ് ചെയ്തു, പ്രതിരോധിച്ചു. അഭിമന്യു ടൂട്ടാ പഹിയ സെ ലോഹാലിയ, അഭിമന്യു പൊട്ടിയ ചക്രം കൊണ്ട് പ്രതിരോധിച്ചു. സമാജ് കി ഹാലത്ത് ബി ഐസി ഹെ, സമാജ് കി ഹാലത്ത് ബി ഐസി ഹെ, സമൂഹത്തിൻ്റെ അവസ്ഥയും ഇങ്ങനെയാണ്, സമൂഹത്തിൻ്റെ അവസ്ഥയും ഇങ്ങനെയാണ്. अधार्मिक के विरुद्ध, अधार्मिक के विरुद्ध लड़ते व्यक्ति को कुचल डालते हैं, അല്ലെങ്കിൽ അധാർമിക के विरुद्ध आवाज उड़ाते व्यक्ति को कुचल डालते हैं. അധർമ്മത്തിനെതിരായി ശബ്ദമുയർത്തുന്ന വ്യക്തിയെ അടിച്ചമർത്തുന്നു. കുജൽ ഡാൽത്തെ ഹെ അടിച്ചമർത്തുന്നു. ആരനെ അടിച്ചമർത്തുന്നത്? വ്യക്തിക്കോ കുജൽ ഡാൽത്തെ ഹെ. എങ്ങനെയുള്ള വ്യക്തിയെ? അധാർമിക के विरुद्ध, അധാർമിക के विरुद्ध ആവാസ് ഉടാത്തെ വ്യക്തിക്കോ, ശബ്ദമുയർത്തുന്ന വ്യക്തിയെ കുജൽ ഡാൽത്തെ ഹെ അടിച്ചമർത്തുന്നു. മാനവ മൂല്യം കി മാനുഷിക മൂല്യങ്ങളുടെ, കവി सरल भाषा में मानव मूल्यों की शक्ति कहते हैं. कवि सरल भाषा में, कवि ലളിതമായ ഭാഷയിൽ മാനവ മൂല്യം की ശക്തി, മാനവ മൂല്യങ്ങളുടെ ശക്തി कहते हैं പറയുന്നു. ഇതാണ് 10 പോയിൻറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഹതാശാസേ വ്യക്തി ബൈറ്റ് കയാത അതും പഠിച്ചു, ടൂട്ടാ പഹിയ പഠിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പണിയാണ് നിങ്ങൾക്ക് തന്നത്. പഠിച്ചാൽ മാർക്ക് ഷുവറാണ്, ഒരു സംശയമില്ല. ഈസി ആയിട്ട് പഠിക്കാനും പറ്റും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ആ വേർഡ്സ് എഴുതിയെടുക്കുക, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് വേർഡ്സ് എഴുതിയെടുക്കുക, ഫുൾ ടൈം അത് വെച്ച് പഠിക്കുക. എല്ലാ വീക്കിലും ഈ പഠിച്ചത് റിവൈസ് ചെയ്ത് എഴുതുക. SSLCക്കൊക്കെ ഉറപ്പായിട്ടുള്ള ടിപ്പണികളാണ്, വളരെയധികം ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം ഇന്നെല്ലാവർക്കും ഇതൊക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ചോദിച്ചാൽ മതി. നമ്മളിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. ഓക്കെ, ഗുഡ് ബൈ ടു ഓൾ.